ദൈവത്തിനെതിരായി എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി എല്ലാം യാഗം കഴിച്ചു ജീവിക്കാൻ ശ്രമിച്ച യോബിൻ്റെ ജീവിതത്തിൽ വളരെ ദാരുണമായ പലതും സംഭവിച്ചപ്പോൾ അതിൻ്റെ അന്ത്യം എന്തായിരുന്നു? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് യുവർ സ്റ്റോറി. നിങ്ങളുടെ കഥയുടെ പര്യവസാനം ഇതല്ല, ഇതിനൊരു നല്ല പര്യവസാനം ഉണ്ടായിരിക്കും. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതാണ് കർത്താവിൻ്റെ അനുഗ്രഹം. ഇന്ന് നമ്മൾ കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് നോക്കുമ്പോൾ, ജോലിയിടങ്ങളിലേക്ക് നോക്കുമ്പോൾ, എല്ലായിടത്തും നമ്മൾ കാണുന്നൊരു വലിയ പ്രതിഭാസമാണ് ഐക്യതയില്ലായ്മ, ഭിന്നത എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട്, കുറേ കമ്പുകൾ ഒരുമിച്ച് കൂട്ടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതിനെ മുറിക്കാൻ, അതിനെ ഒടിച്ച് കളയാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ഒരൊറ്റ കമ്പാണെങ്കിൽ അതിനെ ഒടിച്ച് കളയാനും അതിനെ നശിപ്പിച്ച് കളയാനും വളരെയധികം എളുപ്പമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, അതായത് നമ്മുടെ കുടുംബ ജീവിതത്തിനകത്തേക്ക് കർത്താവിനെ നമ്മളൊന്ന് ചേർത്ത് നിൽക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മളൊക്കെ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ മുറ്റമടിക്കുന്ന ചൂലൊക്കെ കാണും. ആ ചൂല് എല്ലാം കൂടെ, ഈർക്കിലി ചൂലാണെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ടൈ ചെയ്ത് ഒരു കയറുകൊണ്ട് കെട്ടിവെച്ച് കഴിയുമ്പോൾ അതിന് ബലം കൂടുതലാണ് എന്ന് പറയുന്ന പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിനകത്തുള്ള സകല അംഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, അതിനകത്ത് കിടക്കുന്ന ഒരാളെപ്പോലും ഒടിച്ചു കളയാനോ ഇല്ലായ്മയാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്തു മാറ്റിക്കളയാനോ സാത്താൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തേക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാം ചേർത്ത് നിർത്തുക. അതിന് പ്രാർത്ഥന ആവശ്യമുണ്ട്, അതിന് ദൈവികമായ ആലോചന ആവശ്യമുണ്ട്, ദൈവ സാന്നിധ്യം അന്വേഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വീട്ടമ്മമാരും, ഒരുപക്ഷെ ഒരു വീട്ടപ്പനായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇവരെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തേക്ക് ഇറങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, നമുക്കൊരു എലീറ്റ് സ്പോൺസറാണ്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. ജൂൺ 18 വെൽവിഷൻ്റെ 48ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. ഇതുവരെ നടത്തിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നന്ദി പറയുകയാണ്. വാവ്, കൺഗ്രാജുലേഷൻസ് ആൻഡ് ഹാപ്പി ആനിവേഴ്സറി. 48 വർഷം, 2 വർഷം കൂടി കഴിഞ്ഞാൽ ഹാഫ് സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ മൂക്കിനകത്തുള്ള ബ്ലോക്ക് മാറുവാനുള്ള ബീപാസ് സർജറി നന്നായി നടക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം മക്കളും കൊച്ചുമക്കളും ദൈവത്തെ അറിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഒരു വെൽവിഷർ കൂടെയുണ്ട്, കോട്ടയത്ത് നിന്നാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകന് ദൈവം നൽകിയ സൗഖ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു ബർത്ത്ഡേ വിഷസ് കൂടെ പറയാനുണ്ട്. ജൂൺ 30 കൊച്ചുമകൻ ജോഷുവയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ജോഷുവ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകൾക്ക് ഒവേറിയൻ സിസ്റ്റ് സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. മാതാപിതാക്കൾക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരം മാറുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ സ്പോൺസർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഈ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ ദ ഗ്യാതറിംഗ് മീറ്റിംഗ് നടക്കാനായിട്ട് പോകുന്ന ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ദയവായി കടന്നു വരിക. ഒരു വലിയ അനുഗ്രഹം കർത്താവ് ചെയ്യാനായിട്ട് പോകുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട്, ഇന്നത്തെ മന്നയുമായിട്ട് ബ്രദർ ഡാമിൻ വെയിറ്റ് ചെയ്യുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജൂൺ 30 ചൊവ്വാഴ്ച. ഇന്ന് ഈ മാസം തീരുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ഈ ഒരു മാസം നമ്മെ 30 ദിവസം വഴി നടത്തിയതിന്. എത്രയോ വചനങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറിയിൽ തന്നെ നമ്മൾ ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചു. സൺഡേകളിലുള്ള മെസ്സേജുകൾ, പോഡ്കാസ്റ്റുകൾ, പിന്നെ കൊച്ചു കൊച്ചു ഷോർട്ട് വീഡിയോസ്, റീലുകൾ, ഇതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ദൂതുകൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കർത്താവ് സഹായിച്ചു. എത്രത്തോളം നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ, ഒരു പാത്രം
തണ്ണീർ അഥവാ വെള്ളം, തണുത്ത വെള്ളം, കോൾഡ് വാട്ടർ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്, തണുത്ത വെള്ളം ആർക്കെങ്കിലും കൊടുത്താൽ അതിന് പോലും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ വചനങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി അവരുടെ വിരൽത്തുമ്പോൾ ഉപയോഗിച്ച് ഷെയർ ചെയ്യുമ്പോൾ, ലൈക്ക് ചെയ്യുമ്പോൾ, കമൻറ്റുകൾ ഇടുമ്പോഴൊക്കെ അതിനും പ്രതിഫലമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ സീരിയസ് ആകുക. ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇന്ന് തീരുകയല്ല, അതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഇട്ടെന്നേ ഉള്ളൂ, തുടരുകയാണ്. സോ ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങളുടെ ഡയറിയിലെ പേജിൽ നോക്കിയാൽ, ജൂൺ 30 പേജിൽ നോക്കിയാൽ കാണാം, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഗ്രേസ്, കൃപയിൽ സ്ഥാപിക്കപ്പെട്ടവർ. അതുകൊണ്ട് ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരും എന്ന് വെച്ചാൽ ലൈവായിട്ടോ റീപ്ലേ ആയിട്ടോ ഇതേ ദിവസം തന്നെ മറ്റ് ദിവസങ്ങളിൽ ഏതെങ്കിലും എവിടെ നിന്നെങ്കിലും ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് കണ്ടാൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഗ്രേസ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഗ്രേസ്, കൃപയിൽ ഉറപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ കൃപയിൽ സ്ഥാപിക്കപ്പെട്ടവർ. 1 പത്രോസ് 5:10 ഒരു ചെറിയ പീസാണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹി വിൽ മേക്ക് യു സ്ട്രോങ്, ഫേം ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. അതിൻ്റെ മലയാളം ഭാഗത്ത് ഇത്രയേ ഉള്ളൂ, ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അതിൻ്റെ ഫുൾ വേഴ്സ് വായിക്കുവാണെങ്കിൽ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അതിൻ്റെ ഫുൾ ഫോം. മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഇതിൽ കാണുന്നുണ്ടെന്നറിയാം. ഈ വചനം ഒന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇട്ടൊന്ന് നിറയ്ക്കാം. വചനം അങ്ങ് പരക്കട്ടെ. ഡെക്ലറേഷൻ നോക്കുക, പ്രഖ്യാപനം. ഗ്രേസ് എസ്റ്റാബ്ലിഷസ് എവറി ഏരിയ ഓഫ് മൈ ലൈഫ്. കൃപ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും മേഖലകളെയും ഉറപ്പിക്കുന്നു. ഐ ഫിനിഷ് ദിസ് മന്ത് റൂട്ടഡ് ആൻഡ് അൺഷേക്കബിൾ. ഞാൻ ഈ മാസം അവസാനിപ്പിക്കുന്നത് വേരൂന്നിയും കുലുങ്ങാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ്. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ പേജിലുള്ളത് നോക്കി വായിക്കണേ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഗ്രേസ്, കൃപയിൽ ഉറപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ കൃപയിൽ സ്ഥാപിക്കപ്പെട്ടവർ. അതിനെക്കുറിച്ചാണ് 4 കാര്യങ്ങൾ പറയാൻ പോകുന്നത്. നമ്പർ 1, കുറിച്ച് വയ്ക്കുക. ഗ്രേസ് ഇസ് മോർ ദാൻ ഫൊർഗിവ്നെസ്, ഇറ്റ് ഈസ് ഡിവൈൻ സ്ട്രെങ്ത്. പലപ്പോഴും കൃപ എന്ന് പറയുമ്പോൾ കൃപയാൽ അവനെൻ്റെ പാപങ്ങളൊക്കെ മോചിച്ചു തന്നു എന്ന് പലപ്പോഴും പലരും വിശ്വസിക്കും. തെറ്റില്ല. എന്നാൽ കൃപ പാപക്ഷമയുടെയും മുകളിലാണ്. അതിനും അപ്പുറത്തേക്ക് നീളുന്ന ഒന്നാണ് കൃപ. ഇറ്റ് ഈസ് ഡിവൈൻ സ്ട്രെങ്ത്. അത് ദൈവികമായൊരു ശക്തിയാണ്. കൃപയെക്കുറിച്ച് ഒത്തിരി സന്ദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, മോർണിംഗ് ഗ്ലോറിയിലും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ കൃപയിൽ ഉറപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ ഭാഗത്ത്, അതായത് 1 പത്രോസ് 5 നമ്മൾ വായിച്ച ഭാഗത്ത്, പീറ്റർ റിമൈൻഡ്സ് ബിലീവേഴ്സ് ദാറ്റ് ഗോഡ് ഹിംസെൽഫ് വിൽ മേക്ക് ദം സ്ട്രോങ്, ഫേം ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. പത്രോസ് വിശ്വാസികളോട് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം തന്നെ, പാസ്റ്ററല്ല, സഭാ ശുശ്രൂഷകരല്ല, കൗൺസിലേഴ്സല്ല, ദൈവം തന്നെ വിൽ മേക്ക് ദം സ്ട്രോങ്, ഫേം ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. അന്നത്തെ വിശ്വാസികളോടാണ് പറയുന്നതെങ്കിലും എന്നത്തെ വിശ്വാസികൾക്കും ആപ്ലിക്കബിളായ ഒരു സന്ദേശം അതിനകത്തുള്ളത്, ദൈവം തന്നെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തീകരിക്കും. ദൈവം നിങ്ങളെ ശക്തരാക്കി മാറ്റും, ഉറപ്പുള്ളവരാക്കി മാറ്റും, ഉറച്ച് നിൽക്കുന്നവരാക്കി മാറ്റും. അത് പറയുമ്പോൾ തന്നെ ഗ്രേസ് ഇസ് നോട്ട് മിയർലി ഗോഡ്സ് പാർഡൺ ഫോർ ദ പാസ്റ്റ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെ നമ്മൾ ചെയ്ത തെറ്റുകൾ, കുറവുകൾ, പാപങ്ങൾ, ഇതിനൊക്കെ ഭൂതകാലത്തെ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല ഗ്രേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗോഡ്സ് പവർ ഫോർ ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഈ കാലത്തേക്ക് വേണ്ടി ഇന്ന് ഞാൻ ജീവിക്കാൻ ആവശ്യമുള്ളത് റിലീസ് ചെയ്യുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. നാളെ എനിക്ക് ആവശ്യമുള്ള ശക്തീകരണം ലഭിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാലാണ്. അതിനുള്ള ചില വചനങ്ങൾ
നമുക്കൊന്ന് നോക്കിയാൽ 2 കൊരിന്ത്യർ 12:9 മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് ഒരു കാലത്ത് സഭകളെ ഉപദ്രവിച്ച് നശിപ്പിച്ച് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് സ്തെഫാനോസിനെ കൊല്ലുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് സഭയെ തകർത്തുകൊണ്ടിരുന്ന വ്യക്തിത്വമായിരുന്ന ശൗൽ എന്ന പിന്നീട് അപ്പോസ്തലനായ പൗലോസായി തീർന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ പഴയകാലത്തെ പാപങ്ങളെയും ദൈവം ക്ഷമിച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം അതുകൊണ്ട് തീരുന്നില്ല. തുടർന്ന് തനിക്കൊരു ബലഹീനത വന്നപ്പോൾ, ഈ വചനങ്ങൾക്ക് തൊട്ടു മുമ്പ് അദ്ദേഹം അനുഭവിച്ച ഒരു വലിയ പ്രയാസം പറയുന്നുണ്ട്. വെളിപാടുകളുടെ ആധിക്യ നിമിത്തം തൻ്റെ അകത്ത് അഹങ്കരിച്ച് നിഗളിക്കാതിരിക്കുവാൻ സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ ജഡത്തിൽ ഒരു ശൂലം അല്ലെങ്കിൽ ജഡത്തിൽ ഒരു മുള്ള് എന്ന രീതിയിലുള്ള അനുഭവം വന്ന സമയത്ത് 3 വട്ടം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതൊന്ന് മാറ്റിത്താ. അപ്പോഴാണ് കർത്താവ് റെസ്പോണ്ട് ചെയ്തിട്ട് പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദാറ്റ് മീൻസ് പ്രസൻ്റ്ലി നിൻ്റെ ഈ വീക്ക്നെസ്സിലും സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ കൃപയാണ്. അപ്പോൾ കഴിഞ്ഞകാല പാപങ്ങളെ മായ്ക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ ചെയ്യുന്നത്, കൂടാതെ ഇന്നത്തേക്ക് ആവശ്യമുള്ള ശക്തീകരണവും ഈ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എബ്രായലേഖനം 4:16 അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ് ടു റിസീവ് ഹെൽപ്പ് ഇൻ ടൈം ഓഫ് നീഡ്. എബ്രായലേഖനം 4:16 എന്താ പറയുന്നത്? തക്ക സമയത്ത് കൃപ ലഭിക്കേണ്ടതിന്, അവൻ്റെ കരുണ ലഭിക്കുവാൻ അവൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലുക. അനേക പ്രാവശ്യം മോർണിംഗ് ഗ്ലോറിയിൽ ഇതാണ് ATM, എനി ടൈം മേഴ്സി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഏത് ഷേപ്പിലും ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്നാൽ ഈ കൃപാസനത്തിൻ്റെ മുമ്പിൽ നമുക്ക് കരുണ ലഭിക്കും, നമുക്ക് കൃപ ലഭിക്കും. ടൈറ്റസ് 2:11-12 വായിക്കുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനം 2-11 ഗ്രേസ് ടീച്ചസ് us ടു ലിവ് ഗോഡ്ലി ലൈഫ്സ്. കൃപ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഭക്തിയോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഭക്തിയിലൊക്കെ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം, പ്രാർത്ഥിച്ച് ജീവിക്കണം, ആത്മീയമായി നല്ല രീതിയിലാകണം, ശുശ്രൂഷിക്കണം, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് നമുക്ക് പ്രാപ്തി നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഗ്രേസ് ഡസ് നോട്ട് മേക്ക് പീപ്പിൾ പാസീവ്. കൃപ വരുമ്പോൾ അത് വിശ്വാസികളെ നിഷ്ക്രിയരാക്കുന്നില്ല. നിഷ്ക്രിയരായ ഒത്തിരി വിശ്വാസികളുണ്ട്, ഒന്നും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നില്ല. നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് സ്വയമായി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നാം ദിവസവും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞങ്ങളങ്ങനെ കർത്താവ് ഫുൾ ടൈം ശുശ്രൂഷകരായിട്ടൊന്നും വിളിച്ചതല്ല. ഞങ്ങൾ സാധാരണ വിശ്വാസികളാണ്. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകും, കൂടിപ്പോയൊരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഫുൾ ടൈം ആയാലും പാർട്ട് ടൈം ആയാലും ഏത് ടൈം ആയാലും രക്ഷിക്കപ്പെട്ട സകലരും ദൈവത്തിനായി ജീവിക്കണമല്ലോ. അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. അവൻ്റെ സാക്ഷികളാകാം, സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം, ഒരു ട്രാക്റ്റ് കൊടുക്കാം, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദൈവത്തിന് വേണ്ടി ഫങ്ഷൻ ചെയ്യാം. ഗ്രേസ് ഡസ് നോട്ട് മേക്ക് പീപ്പിൾ ഓർ ബിലീവേഴ്സ് പാസീവ് ഓർ ഇനാക്റ്റീവ്. ഗ്രേസ് മേക്സ് ദം സ്ട്രോങ്. ദൈവത്തിൻ്റെ കൃപ ആരെയും ഒന്നും പ്രവർത്തിക്കാത്തവരായി ആക്കി മാറ്റുന്നില്ല. പകരം ദൈവകൃപ വരുമ്പോൾ അവർ പെട്ടെന്ന് വളരെ ശക്തരായി മാറുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്പർ 2, ഗോഡ് യൂസസ് എവ്രി സീസൺ ടു എസ്റ്റാബ്ലിഷ് us. നമ്മെ ഉറപ്പിച്ചെടുക്കുവാൻ ദൈവം എല്ലാ കാലഘട്ടങ്ങളെയും ഉപയോഗിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ മിടുക്കന്മാരും മിടുക്കുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. എല്ലാവരും അത് കാണട്ടെ. ഗ്രേസ് യൂസസ് എവ്രി സീസൺ ടു എസ്റ്റാബ്ലിഷ് us. ദൈവം നമ്മെ, ഓരോ വിശ്വാസിയെയും ഉറപ്പിച്ചെടുക്കുവാൻ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളെയും കാലഘട്ടങ്ങളെയും ഉപയോഗിക്കുന്നു. കാരണം ഇവിടെ പത്രോസ് പറയുന്നത്, പീറ്റർ റോട്ട് ദീസ് വേർഡ്സ് ടു ബിലീവേഴ്സ് ഫേസിങ് ട്രയൽസ്. അന്നത്തെ കാലത്ത് അവിടുത്തെ സാമ്രാട്ട്, എംപറർ, അവിടുത്തെ ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും അതിഭയങ്കരമായ പെർസിക്യൂഷൻ, പീഡനം അനുഭവിക്കുന്ന സമയത്താണ് പത്രോസ് ഇതെഴുതുന്നത്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിലല്ല ഈ ആദിമ ക്രൈസ്തവർ ജീവിച്ചിരുന്നത്.
ക്രിസ്ത്യാനികളാകുക അഥവാ വിശ്വാസികളാകുക എന്ന് പറഞ്ഞാൽ ജീവൻ വെച്ച് ചൂതാടുക എന്നർത്ഥം. എപ്പോൾ വേണമെങ്കിലും റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ കൊന്നുകളയാം. അപ്പോൾ വാട്ട് ലുക്ക് ലൈക്ക് ഓപ്പോസിഷൻ വാസ് ആക്ച്വലി പ്രിപ്പറേഷൻ. അപ്പോൾ എന്നാൽ പത്രോസ് പറയുന്നത് എന്താണ്? ഇന്ന് നിങ്ങൾ കാണുന്ന ഈ അതിഭയങ്കരമായ എതിർപ്പ് എന്ന് പറയുമ്പോൾ അതിന് നടുവിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന ഇതിന് നടുവിൽ ഈ സാഹചര്യത്തിൽ ഈ അഗ്നിപരിശോധന നടക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ദൈവം നിങ്ങളെ തൻ്റെ കൃപയിൽ ഉറപ്പിച്ചു നിർത്തും. റോമാലേഖനം 8:28 നമ്മൾ പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടി കൗൺസിലിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. എന്താണത്? ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഹിം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. എത്ര ഭയങ്കര ആശ്വാസത്തിൻ്റെ വചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് വളരെ മോശമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ വന്നാൽ, തിന്മയായ ചിലത് സംഭവിച്ചാൽ, അതുപോലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം നന്മയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നു എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. യോബിൻ്റെ കാര്യം അഥവാ ജോബിൻ്റെ കാര്യം നമുക്കറിയാം. തൻ്റെ ജീവിതത്തിൽ അതിഭയങ്കരമായ പ്രശ്നങ്ങൾ വന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിച്ചു? എല്ലാം തനിക്ക് ഇരട്ടിയായി വന്നു. തിന്മയ്ക്കായി സംഭവിച്ചതാണ്. ദൈവത്തിന് വേണ്ടി നിന്ന മനുഷ്യൻ നീതിമാനാണ്, ദോഷം വിട്ട് അകലുന്നവനാണ്, ഒത്തിരി പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടി പോലും, മക്കൾ പോലും ദൈവത്തിനെതിരായി എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി എല്ലാം യാഗം കഴിച്ച് ജീവിക്കാൻ ശ്രമിച്ച യോബിൻ്റെ ജീവിതത്തിൽ വളരെ ദാരുണമായ പലതും സംഭവിച്ചപ്പോൾ അതിൻ്റെ അന്ത്യം എന്തായിരുന്നു? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് യുവർ സ്റ്റോറി. നിങ്ങളുടെ കഥയുടെ പര്യവസാനം ഇതല്ല. ഇവിടെ നിങ്ങളുടെ കഥ തീരുന്നില്ല. ഇതിനൊരു നല്ല പര്യവസാനം ഉണ്ടായിരിക്കും, ദൈവകരങ്ങളിലായതുകൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 50:20 നമ്മൾ കൂടെ പറയുന്നൊരു വചനമാണ്. യു ഇൻറ്റൻഡഡ് ടു ഹാം ബട്ട് ഗോഡ് ഇൻറ്റൻഡഡ് ഇറ്റ് ഫോർ ഗുഡ്. നിങ്ങൾ ദോഷത്തിന് വേണ്ടി പലതും ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ദൈവം അത് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഗുണകരമാക്കി നന്മയ്ക്കാക്കി മാറ്റി. 66-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വചനത്തിൽ പറയുന്നത്, വി വെന്റ് ത്രൂ ഫയർ ആൻഡ് വാട്ടർ, യു ബ്രോട്ട് us to a place of abundance. ഞങ്ങൾ തീയിലൂടെയും വെള്ളത്തിലൂടെയും പോയി, പക്ഷേ നീയോ വലിയ സമൃദ്ധിയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ തീയിലൂടെ പോകാം, വെള്ളത്തിലൂടെ പോകാം, അവസാനം എന്താ സംഭവിക്കുന്നത്? വലിയ സമൃദ്ധിയിൽ കർത്താവ് കൊണ്ടുപോയി ജനത്തെ എത്തിക്കുകയാണ്. ഇനി പറയുന്നത് കുറിച്ച് വെക്കുക, ഗോഡ് വേസ്റ്റ് നത്തിങ് ഇൻ ലൈഫ് ഓഫ് ഹിസ് ചിൽഡ്രൻ. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള ഒന്നും ദൈവം പാഴാക്കുന്നില്ല, വേസ്റ്റാക്കുന്നില്ല. ഞാൻ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞോട്ടെ. കണ്ണുനീരിൻ്റെ താഴ്വരകൾ ദൈവം വേസ്റ്റാക്കുന്നില്ല. ദുഃഖവും മുറവിളിയും ദൈവം വേസ്റ്റാക്കുന്നില്ല. സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും ദൈവത്തിനെ പാഴാക്കുന്നില്ല. വേദനയുടെ ചാപ്റ്ററുകൾ ദൈവത്തിനെ പാഴാക്കുന്നില്ല. നൊമ്പരങ്ങളെ ദൈവം പാഴാക്കുന്നില്ല. നഷ്ടം ദൈവം പാഴാക്കുന്നില്ല. പഴി, ദുഷി, പരിഹാസം, വിമർശനം ദൈവം അതിനെ പാഴാക്കുന്നില്ല. ഇതിനെല്ലാത്തിനും പ്രതിഫലമുണ്ട്. ദൈവനാമത്തിൽ സഹിക്കുന്ന സകലത്തിനും വലിയ വലിയ കിരീടങ്ങളും ഓഫറുകളുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളാണെങ്കിൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പാഴല്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ ഭയങ്കരമായി തോന്നുന്ന വിഷയങ്ങൾ പോലും ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവ് അത് വേസ്റ്റാക്കില്ല. നമ്മുടെ പ്രശ്നം നമ്മൾ ഷോർട്ട് സൈറ്റഡ് ആണെന്നുള്ളതാണ്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? കർത്താവ് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ഇതൊക്കെ നമ്മൾ ചിന്തിക്കും, മനുഷ്യരാണ്. എന്നാൽ വചനം പറയുന്നത് ഇതൊന്നും കർത്താവ് പാഴാക്കില്ല. വചനം മൊത്തം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെടുത്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിച്ച വലിയ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് നന്മയ്ക്കായി മാറി. യോസഫിൻ്റെ ജീവിതം ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇത് നന്മയ്ക്ക് വേണ്ടി കർത്താവ് മാറ്റും. ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയാം, ഇന്ന് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം അത് കർത്താവ് നിങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റും.
നിങ്ങളുടെ കൂടെയുള്ളവരുടെ നന്മയ്ക്കാക്കി മാറ്റും. യോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സ്വന്തം സഹോദരങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങളും അൾട്ടിമേറ്റ്ലി ഈ സഹോദരങ്ങൾക്കും, ഈ ഉപദ്രവിച്ച സഹോദരങ്ങൾക്കും കൂടാതെ ലോകം എമ്പാടുമുള്ള അനേകർക്കും ഒരു രക്ഷയുടെ കാരണമായി മാറി. അനേക വർഷങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് എ അലൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ വീട്ടിൽ ഒത്തിരി മരണങ്ങൾ നടന്നു. ഒത്തിരി പേർ, അതായത് സഹോദരങ്ങൾ ഒത്തിരി പേര് ഉണ്ടായിരുന്ന ഒരു സിബ്ലിങ്സ്, അതിൽ പലരും മരിക്കുന്നു. വീട്ടിൽ എന്നും രോഗവും മരണവുമാണ്. ഇങ്ങനെ ആയിരുന്ന സമയത്ത് ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അകത്ത് അവസാനം സംഭവിച്ചത് ഈ രോഗത്തോടും മരണത്തോടും സകലത്തോടും അദ്ദേഹത്തിൻ്റെ അകത്ത് വലിയൊരു കോപമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം മറ്റു ചില ദേവദാസന്മാരുടെ മീറ്റിങ്ങുകളെല്ലാം പോയി അദ്ദേഹം ഒരു രോഗസൗഖ്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുകയാണ്. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ആയിരക്കണക്കിന് പേരാണ് മിറാക്കുലസ് രോഗസൗഖ്യം കിട്ടിയത്. സോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന വളരെ മോശമെന്ന് വിചാരിക്കാവുന്നൊരു സാഹചര്യം എന്തായി മാറി? പിന്നീട് അനേകരുടെ അനുഗ്രഹമായി മാറി. അതാണ് ഞാൻ ഉറപ്പോടെ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കണ്ണുനീര്, കഷ്ടത, നെടുവീർപ്പ്, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതെല്ലാം ദൈവക്കരങ്ങളിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും കൂടെയുള്ളവർക്കും അനേകർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറും. നമ്പർ 3, എസ്റ്റാബ്ലിഷ്ഡ് ബിലീവേഴ്സ് ആർ നോട്ട് ഈസിലി ഷേക്കൺ. ഉറച്ച വിശ്വാസികൾ കുലുങ്ങില്ല. അങ്ങനെ ഉറപ്പിക്കപ്പെട്ട വിശ്വാസികൾ കുലുങ്ങില്ല. ഞാൻ ഈ കഴിഞ്ഞ ഏതൊരു സൺഡേ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയുകയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് എൻ്റെ ഫാദറൊക്കെ വിളിച്ചിട്ട് ഒരു കുറ്റി അടിക്കാൻ പറയും നിലത്ത്, മണ്ണിൽ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഈ ചുമന്ന മണ്ണല്ല, പൂഴി എന്ന് പറയുമല്ലോ, അതായത് മണൽ, അങ്ങനെയുള്ളൊരു ഒത്തിരി വാട്ടർ ബോഡീസൊക്കെ ഉള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അതിനടുത്ത് വയലുണ്ട്, തോടുണ്ട്, പുഴയുണ്ട്, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കുറ്റി അടിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഒരു മരക്കുറ്റി എടുത്തിട്ട് ഏതെങ്കിലും ഇതുപയോഗിച്ച് വാക്കത്തിയോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെത്തി കൂർപ്പിച്ചെടുക്കും ഇതുപോലെ. അതിനുശേഷം അത് മണ്ണിലേക്ക് വെച്ചിട്ട് ഹാമർ കൊണ്ട് കുറേ അടിക്കും. അടിച്ച ശേഷം ഇതിനെ ഇങ്ങനെ, പ്രത്യേകിച്ച് വേലിയൊക്കെ കെട്ടുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആട്ടിക്കൊടുക്കും. ഈ ആട്ടിക്കൊടുക്കുന്നതിനിടയിൽ കുറച്ചുകൂടി അതിൻ്റെ ഈ കൂർത്ത ഭാഗം താഴേക്ക് ഇറങ്ങും. എന്നിട്ട് വീണ്ടും അടിക്കും. അതിനുശേഷം ഇങ്ങനെ ഒന്ന് വീണ്ടും ആട്ടും. കുറേ നേരം ഇതുപോലെ അടിച്ചു കഴിഞ്ഞ് അടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് ആടില്ല, അതങ്ങ് ഉറയ്ക്കും. അപ്പോൾ നമ്മൾ ആടിയാണ് ഉറക്കുന്നത്. പലപ്പോഴും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് ആദ്യം ഒത്തിരി ആട്ടമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അതോടുകൂടെ നമ്മൾ ദൃഢമായി അങ്ങ് ഉറയ്ക്കും. കുലുങ്ങാത്തവരായി, അതാണ് പത്രോസ് ഉപയോഗിക്കുന്ന വാക്ക്, കുലുങ്ങാത്തവരായി. ദൈവം തന്നെ നിങ്ങളെ ഉറപ്പിച്ചു നിൽക്കും. ഒരു പ്രവാചകൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു പ്രവചനദൂതായി നിങ്ങൾക്കിത് സ്വീകരിക്കാമോ? ഇന്ന് നിങ്ങളെ ആട്ടി ഉലയ്ക്കുന്ന പ്രശ്നങ്ങളിൽ, അത് കുടുംബ പ്രശ്നമാകാം, ബന്ധുക്കളിൽ നിന്നുള്ള പ്രശ്നമാകാം, ഒരു കേസാവാം, സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങളാകാം, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടായ്മയിൽ ഉള്ള പ്രശ്നമാകാം, എന്താണെങ്കിലും അത് നിങ്ങളെ ആട്ടി ഉലയ്ക്കുന്നുണ്ടെങ്കിൽ ആടുന്നതോടൊപ്പം നിങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഹലോ, വിശ്വസിക്കാമോ? ഇപ്പോൾ പത്രോസ് ഇവിടെ പറയുന്നത് 3 ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ പീറ്റർ യൂസസ് 3 പവർഫുൾ വേർഡ്സ്. 1 strong, 2 firm, 3 steadfast. strong, firm, steadfast. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്താമോ? strong, firm, steadfast. ഏകദേശം സിനോണിമസ് ആയിട്ടുള്ള പര്യായ പദങ്ങളെ പോലെയുള്ള വാക്കുകളാണ്. ദിസ് ഇസ് ഗോഡ്സ് ഡിസയർ ഫോർ എവറി ബിലീവർ. ഭൂമിയിൽ നിന്നുള്ള എല്ലാ വിശ്വാസികളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? സ്ട്രോങ്, ഫേം, സ്റ്റെഡ്ഫാസ്റ്റ്. എഫെസ്യ ലേഖനം 3:16 സ്ട്രെങ്തൻഡ് വിത്ത് പവർ ത്രൂ ഹിസ് സ്പിരിറ്റ്. അവൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടവരായി. വാവ്!
Psalm 125 verse number 1, 125 സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനത്തിൽ, those who trust in the Lord are like Mount Zion, which cannot be shaken. തന്നിൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. സിയോൻ പർവ്വതം ഒരിക്കലും മാറുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. യുഗങ്ങൾ കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. കൊലോസ്യ ലേഖനം 2:7, റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം, അവനിൽ വേരൂന്നിയവരും ഉറച്ചവരുമായി, സ്ട്രെങ്തൻഡ് ഇൻ ദ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ശക്തീകരിക്കപ്പെട്ടവരായി. സോ സ്പിരിച്വൽ മച്യൂരിറ്റി പ്രൊഡ്യൂസസ് സ്റ്റെബിലിറ്റി. അതുകൊണ്ട് ആത്മീയമായ പക്വതയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനൊരു ഉറപ്പുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞായറാഴ്ച സന്ദേശത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വലിയ കൊടുങ്കാറ്റടിച്ച് ഒരു സ്ഥലത്ത് കൊടുങ്കാറ്റടിച്ചിട്ട് കെട്ടിടങ്ങൾ വരെ തകരുന്ന രീതിയിലേക്കായി. ഒത്തിരി സ്ട്രക്ചറുകൾ തകർന്നു, ഒത്തിരി മരങ്ങൾ കടപുഴകി. എന്നാൽ ഒരു ഭാഗത്ത് ഒരു കൂട്ടം ഓക്കുമരങ്ങൾ, അത് കാറ്റിൽ ഉലഞ്ഞെങ്കിലും അത് തകർന്നില്ല, പൊട്ടിയില്ല, കടപുഴകിയില്ല. അതിന് കാരണം ഓക്കുമരങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ നിൽക്കുന്നൊരു ഓക്കുമരവും അടുത്ത് നിൽക്കുന്നൊരു ഓക്കുമരവും അതിൻ്റെ വേരുകൾ ഇൻ്റർട്വൈൻഡായി, എങ്ങനെയാണ് പറയുന്നത്, കെട്ടുപിണഞ്ഞ് കൂടി പിരിഞ്ഞ് താഴേക്കിറങ്ങി. അങ്ങനെ ആ പ്രദേശത്ത് നിൽക്കുന്ന എല്ലാ ഓക്കുമരങ്ങളുടെയും റൂട്ടുകൾ തമ്മിൽ ഇൻ്റർലേസ്ഡായി, ഇൻ്റർകണക്റ്റഡായി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞ് ഒരു വളരെ സ്ട്രോങ്ങായി ആ പ്രദേശം മുഴുവൻ ഓടുന്ന ഒരു റൂട്ട് സിസ്റ്റം തന്നെ ഉണ്ടായി. അതുകൊണ്ട് ഈ ഓക്കുമരങ്ങൾ മാത്രം വീണില്ല, ആ ലാൻഡിൻ്റെ ഷേപ്പ് പോയി, പക്ഷേ ഇവരുടെ ഈ ഓക്കുമരങ്ങൾ വീണില്ല. ഇതുപോലെ നീതിയുടെ ഓക്കുമരങ്ങളാക്കി ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റുകയാണ്. വിശ്വസിക്കാമോ? ഒരു വലിയ ഹല്ലേലൂയ പറയാമിരിക്കുന്ന സ്ഥലത്ത്. നമ്പർ 4, ഗ്രേസ് ഫിനിഷസ് വാട്ട് ഹ്യൂമൻ എഫേർട്ട് കനോട്ട്. മാനുഷിക പ്രയത്നങ്ങൾക്ക് സാധിക്കാത്തത് കൃപ പൂർത്തീകരിക്കും. മാനുഷിക പ്രയത്നങ്ങൾക്ക് സാധിക്കാത്തത് കൃപ പൂർത്തീകരിക്കും. ഇന്ന് ജൂൺ മാസത്തിൻ്റെ അവസാന ദിവസമാണ്, ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ആൻഡ് വി ആർ റിമൈൻഡഡ് ദാറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് ഗോഡ്സ് വർക്ക്. ഇങ്ങനെ വിശ്വാസികൾ ഉറപ്പിച്ചു നിർത്തുന്ന ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? ദൈവത്തിൻ്റേതാണ്. ദൈവകരങ്ങൾ സമർപ്പിച്ചാൽ കർത്താവ് അത് ചെയ്യും. മീനിങ് വി ഹാവ് ടു കോഓപ്പറേറ്റ് ആൻഡ് ഹി വിൽ അക്കോംപ്ലിഷ്. നാം ദൈവത്തോട് സഹകരിച്ചാൽ കർത്താവ് അത് പൂർത്തീകരിച്ചെടുക്കും. യൂദായുടെ ലേഖനം 24-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഹി ഈസ് ഏബിൾ ടു കീപ് യു ഫ്രം സ്റ്റംബ്ലിങ്. ഇടറിപ്പോകാതെ നിൽക്കാൻ, ഇടറാതെ പതറാതെ നിൽക്കാൻ അവൻ സഹായിക്കും. ഫിലിപ്പ് ലേഖനം 2:13, ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു. നിങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. Psalm 138 and verse number 8, സങ്കീർത്തനങ്ങൾ 138:8, The Lord will fulfill his purpose for me. കർത്താവ് തൻ്റെ ഉദ്ദേശ്യങ്ങളെ എന്നിൽ നിറവേറ്റും എന്ന് നമ്മൾ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവം നമ്മിൽ ആരംഭിച്ചത് ദൈവമായി തന്നെ പൂർത്തീകരിക്കും. എന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ അവൻ ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയുമാണ്. കൈനീട്ടി പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്ന് സകലരും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കൈകൾ നീട്ടുമ്പോൾ കർത്താവെ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ, കിടപ്പ് രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ, ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ അഡ്മിറ്റായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് വലിയൊരു ബ്രേക്ക് ത്രൂ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യം യേശുവിനോട് സംസാരിക്കുക. കർത്താവെ, ഞാൻ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാം. അത് കൂടാതെ സ്ക്രീനിൽ കാണിക്കുന്ന പ്രെയർ ലൈൻ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഒത്തിരി പേർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. നാളെ ഒരു പുതിയ മാസം ആരംഭിക്കുകയാണ്. ജൂലൈ മാസത്തെ നാളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നാളത്തെ മോർണിംഗ് ഗ്ലോറി മിസ്സാകരുത്. ഒത്തിരി പേർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.